മെയ് 26 വിശുദ്ധ ഫിലിപ്പ് നേരി 1515 ജൂലൈ 21 ജനിച്ചു. 1595 മെയ് 26 മരണപ്പെട്ടു. 17-ാം വയസ്സിൽ ഭൗതിക സമ്പത്ത് ഉപേക്ഷിച്ച് ദൈവത്തെ സേവിക്കാൻ തീരുമാനിച്ചു. തത്വചിന്തയും ദൈവശാസ്ത്രവും പഠിച്ചു. പഠനം തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി അദ്ദേഹം തൻ്റെ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞു. ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രകാശഗോളം തൻ്റെ വായിൽ പ്രവേശിച്ച് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി അയാൾക്ക് തോന്നി. ഇത് അദ്ദേഹത്തിന് ദൈവത്തെ സേവിക്കാൻ വളരെയധികം ഊർജം നൽകി. നവോത്ഥാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കാരണം റോം നഗരം വലിയ ആത്മീയ തകർച്ച നേരിടുന്നതായി ഫിലിപ്പ് കണ്ടെത്തി. റോമിനെ വീണ്ടും സുവിശേഷവൽക്കരിക്കാൻ ഫിലിപ്പ് പ്രതിജ്ഞാബദ്ധമായി. 40 മണിക്കൂർ എന്നറിയപ്പെടുന്ന ഭക്തി അദ്ദേഹം സ്ഥാപിച്ചു. ഒരിക്കൽ പെന്തകോസ്ത് സമയത്ത് അവൻ്റെ ഹൃദയമിടിപ്പ് 2 വാരിയലുകൾ തകർത്തു. ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരുന്നു അത്. റോമിൽ ഫിലിപ്പ് വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ഇടയ്ക്കിടെയുള്ള വിശുദ്ധ കുർബാനയുടെ സമ്പ്രദായം അദ്ദേഹം പുനർജീവിപ്പിച്ചു. കുമ്പസാരം പ്രോത്സാഹിപ്പിച്ചു. കുമ്പസാരക്കൂട്ടിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഏത് മണിക്കൂറിലും രാത്രിയിലും ഫിലിപ്പ് എല്ലാവർക്കും ലഭ്യമായി. മറ്റുള്ളവരെ പഠിപ്പിക്കാനും സ്വയം പഠിക്കാനും അവൻ ഏറ്റവും ശ്രമിച്ച പുണ്യമായിരുന്നു വിനയം. 1615 പോൾ 5-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനാക്കി. 1622 ഗിഗറി 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ഫിലിപ്പ് നേരിയെ റോമിൻ്റെ അപ്പസ്തോലൻ എന്ന സ്ഥാനപ്പേരിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. റോമിൻ്റെ രക്ഷാധികാരിയാണ് വിശുദ്ധ ഫിലിപ്പ് നേരി. ആഹ്ലാദം ഹൃദയത്തെ ശക്തിപ്പെടുത്തുകയും നല്ല ജീവിതത്തിൽ സ്ഥിരോത്സാഹം നേടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴും നല്ല മനസ്സിൽ ആയിരിക്കണം എന്ന് വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നു.